ഓ അറക്കാൻ എന്താ എക്സ്പേർട്ട്, സായിപ്പന്മാരെ അറക്കണ പോലെ തന്നെ. അബ്ബാ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ജോക്ക് പറ മോനെ. ഫിലിപ്പോസങ്ങളുടെ നാക്കാ ഇതുപോലെ അറക്കേണ്ടത്. എങ്കിൽ മക്കളെ വിളിയും ചക്കരമോളെ വിളിയും ഒക്കെ തീർന്നേനെ. നോക്കല്ല കൈ അറക്കേണ്ടത്, അപ്പൊ കെട്ടിപ്പിടുത്തോ നിൽക്കുമല്ലോ. നല്ല സ്റ്റാൻഡേർഡ് ജോക്ക്, എനിക്ക് ഇഷ്ടായേ. പിന്നൊരു കാര്യം, നിന്റെ ജെന്റിൽമാൻമാരോട് മാസം 2000 രൂപ വെച്ച് വാടക തരാൻ പറയണം. 3 പേരുണ്ടല്ലേ, ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. 2100 ആയിക്കോട്ടെ, അപ്പൊ 700 വെച്ച് ഡിവൈഡ് ചെയ്യാലോ. ഓ അത് കറക്റ്റാ. എങ്കിൽ 1500 രൂപയാലോ. അല്ല 500 രൂപ വെച്ച് ഡിവൈഡ് ചെയ്യല്ലേ കൂടുതൽ എളുപ്പം. അപ്പൊ ഹബ്ബ അവരുടെ ആളായല്ലേ. ഞാനെപ്പോഴും നിങ്ങളുടെ ആളല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ കമ്മീഷൻ തരാന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ടാന്ന് പറയാത്തത്. അല്ല വേണ്ടാന്ന് പറഞ്ഞത്. കൊണ്ടുപോയി തിന്നോ. എത്ര മനോഹരമായ ആഹാ ബെസ്റ്റ്. കോർപ്പറേഷൻ വണ്ടി വിളിക്കേണ്ടി വരൂ, അല്ലത് എന്താക്കാനാ പ്ലാൻ? ആഹാ ജസ്റ്റ് ഇങ്ങനെ ഇടല്ലേ. ഇതൊക്കെ അയ്യടാ എന്തൊരു ഗ്ലാമർ. വാടോ മോനെ കൊച്ചു കള്ളൻ, ഇരുന്ന് ക്ഷീണിച്ചോ? പോണ്ടിച്ചേരി ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ എന്താകോ ആവും. ആ ഡ്രൈവർ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിച്ചിടൂ. ഇത് മതി, നിങ്ങൾ ഡീസന്റ് ആണെന്ന് അറിയാണ്ട് ഞാൻ അവരോട് പറഞ്ഞു. പ്രാർത്ഥിച്ചതല്ലേ, പുതിയ വീട്ടിലേക്ക് ആദ്യമായിട്ട് വലത് കാലം വെച്ച് കയറല്ലേ. മൊല്ലാക്കേൻ ഊത്തുപിടിപ്പിക്കല്ലേ. നീ ഇതെവിടെ പോയി കിടക്കുക? ഞങ്ങൾ എത്തി. അതെ, ബീച്ച് റോഡില് ലൈറ്റ് ഹൗസിനടുത്ത് പോണ്ടിച്ചേരി ഇൻ. പോന്നട്ടെ. ഹായ് ദീപു. കമല എന്താ ഇവിടെ? ഇത് എന്റെ വീടല്ലേ? അത് കലക്കി. സർപ്രൈസ്. വാടകക്കാരൻ ദീപു ആണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അല്ല ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം, എപ്പോ പരിചയം, എവിടെ വെച്ച് പരിചയം? എല്ലാം കൂടെ ഒറ്റ ശ്വാസത്തിൽ ചോദിക്കണ്ട, പറയാണോ? കമല ഇതെന്റെ ഫ്രണ്ട്. ഹലോ. ഹലോ. പേര് കമല അല്ലേ? നല്ല അസല് പേരാട്ടോ. ഞാൻ അഷ്ടമൂർത്തി. ഹൈ കഷ്ടമൂർത്തിയോ? ഇതെന്ത് പേര്? ഇതാരാ വേലക്കാരത്തിയാ? എന്റെ അനിയത്തിയാ പത്മ. പത്മ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ട് എറണാകുളത്ത്. എന്താ പേരിഷ്ടായില്ലേ കഷ്ടമൂർത്തിക്ക്? പിന്നെ ഒരുപാട് ഇഷ്ടായി. ദീപു ഇത് അമ്മ. നമസ്കാരം. നമസ്കാരം അമ്മേ. അമ്മയായിരുന്നു ആദ്യം പരിചയപ്പെടേണ്ടിയിരുന്നത്. ഇനി ഞങ്ങൾക്കും അമ്മ തന്നെയാണല്ലോ സ്വന്തം അമ്മ. താമരാന്നായിരിക്കും പേരല്ലേ? അല്ല ഇവിടെ എല്ലാം പര്യായങ്ങളാണല്ലോ. ഇവിടെ വെയിലൊക്കെ ഭയങ്കര ഓവറാ. കമല താക്കോലിടന്നേ. പെട്ടിയെടുക്കണ്ട നമുക്ക്. അല്ല 3 ആളുണ്ടെന്നല്ലേ പറഞ്ഞത്? മൂന്നാമൻ എവിടെ? വരും. അവന് മന്ത്രിമാരുടെ സ്വഭാവ, വൈകിയേ വരൂ. തുറക്കല്ലെന്ന് പറഞ്ഞ എന്തൊരു കഷ്ടം. പിടിച്ചിരിക്കണോ രണ്ടാളെ? ബേഷ പിടിച്ചിരിക്കണു. എടത്തെയും അനിയത്തെയും മുഷിയില്ല, ഒട്ടും മുഷിയില്ല. ഹബ്ബാ എനിക്കും പിടിച്ചിരിക്കണോട്ടോ ഈ കഷ്ടമൂർത്തിയെ. മുഷിയില്ല, ഒട്ടും മുഷിയില്ല. ഗേറ്റിലൊരു ബോർഡ് തൂക്കായിരുന്നു, അനിയത്തി ഉണ്ട് സൂക്ഷിക്കണം. ബിവെയർ ഓഫ് അനിയത്തി. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ അനിയത്തിയാ. അതിന് കൂടുതൽ ഓവർ ആക്കിയ നിന്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ബോർഡ് ഇവിടെ തൂങ്ങും. എന്തെന്ന്? ബിവെയർ ഓഫ് കോഴി. കേട്ടോടാ, പെട്ടി എടുക്കടാ കോഴി മൂർത്തി. ബാത്റൂം പുറത്താ. അതിലാർക്കെങ്കിലും വിരോധമുണ്ടോ? ബാത്റൂം ഇല്ലെങ്കിലും വിരോധമില്ല ബസ്സേ. പതിവില്ലല്ലോ അല്ലേ? ദേ ആ ഡോർ തുറന്ന ബാൽക്കണി നല്ല കാറ്റ് കിട്ടും. ഇത് നീയും അബ്ബാസും ചേർന്നുള്ള ഒത്തുകളിയല്ലേ? എന്ത് ഇവിടേക്കുള്ള താമസിക്കാൻ വരില്ലേ? എന്തൊത്തുകളി? അല്ലെങ്കിൽ പറ, നീ ആ കമലായിട്ട് എന്താ ബന്ധം? നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം? ദേ പ്രേമമാണെങ്കിൽ ഇപ്പൊ തന്നെ കെട്ടുകെട്ടും നമ്മളിവിടുന്ന്. അങ്ങനെ നീ ഒരാൾ മാത്രം ഒറ്റയ്ക്ക് ചോദിക്കണ്ട. അതെ, ഇപ്പൊ പ്രേമമൊന്നുമില്ല, ഇനി ആയിക്കൂടാന്നൊന്നും പറയാൻ പറ്റില്ല. ഇനി ആവണ്ട, മനസ്സിലായ? അത് കൊള്ളാം. എന്റെ ഫ്രണ്ടിന്റെ കാര്യത്തിൽ നിനക്കെന്താ ഇത്ര ചൊറിച്ചില്? ഓ ഫ്രണ്ട്, ഈ കമല എന്നാ നിന്റെ ഫ്രണ്ട് ആയത്? അത് പറ. അങ്ങനെ വഴിക്ക് വാ. എന്നും ജോഗിങ്ങിന് പോകാൻ വേണ്ടി ഞാൻ വിളിക്കുമ്പോ മൂടി പുതച്ച് കിടന്ന് ഉറങ്ങാറില്ലേ? പതുക്കെ വണ്ടി വീഴും. ഫുഡ് പാർസൽ വാങ്ങിയിട്ടുണ്ടേ.
നീ വന്നിട്ട് കുറച്ചു നേരമല്ലേ ആയിട്ടുള്ളൂ അല്ലേ? ഏതായാലും ഹൗസ് ഓണർ കുട്ടികളൊന്നും പരിചയപ്പെടാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? അതെ അതെ. അത് മതി. നീ ഇങ്ങോട്ട് വാ. കുഞ്ഞു വേണ്ട കൂട്ടി പോ. വന്ന് കാല് കുത്തിയില്ല, അതിനു മുമ്പ് ഒപ്പിക്കാവുന്ന പണി ഒക്കെ ഒപ്പിച്ചല്ലടാ. ആ പെങ്കൊച്ചിന് ഇപ്പൊ എന്റെ ജാതകം അടക്കം സകല ഡീറ്റെയിൽസ് അറിയാവളാ. കഷ്ടകാലത്തിന് ആ കുർജീത്തിനൊപ്പം വന്ന് ചാടിയത് നേരെ അവളുടെ മുന്നിൽ. ആരെ? കമലയുടെയാ? അപ്പൊ നീ അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞാ? പിന്നെ അവക്കിപ്പോ എന്നെ പറ്റി നല്ല ഇംപ്രഷനാ. എല്ലാം വിസ്തരിച്ച് വിളമ്പിക്കൊടുത്തല്ലടാ. ഞാനൊന്നും വിളമ്പിട്ടില്ല. വിളമ്പിയത് ഞാനാ. നിന്നെ പറ്റിയുള്ള ഞെട്ടിപ്പിക്കുന്ന എല്ലാ സത്യങ്ങളും ഞാൻ തന്നെയാണ് അവളോട് പറഞ്ഞത്. നിന്റെ നീരാളിപ്പിടുത്തത്തിന്ന് ആ നിഷ്കളങ്കയായ പെൺകുട്ടിയെ അഡ്വാൻസായി ബോധിപ്പിക്കാൻ എനിക്ക് നിന്റെ പേടിയാ. അതുകൊണ്ട് വൃത്തികെട്ടതും ബീബൽസവുമായ നിന്റെ യഥാർത്ഥ പിക്ചർ ഞാൻ അവൾക്കും അനിയത്തിക്കും ഡൗൺലോഡ് ചെയ്തു കൊടുത്തു. ഇപ്പൊ നീ അവരുടെ മുമ്പിൽ നല്ല ഒന്നാന്തരൊരു ബോറനാ. വെറുതെ എന്നെ അടിച്ച് ചമ്മന്തിയാക്കി. ആ ഇടി ഒറ്റെണ്ണം തെറ്റാണ് അങ്ങോട്ട് കൊടുത്തേ. കുഞ്ഞു ഞാൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതിന് ഇടി കൊള്ളുമെങ്കിൽ ആ ഇടി ഞാൻ കൊള്ളൂടാ. എന്നാലും നിനക്ക് ഇവിടെ നല്ല സർട്ടിഫിക്കറ്റ് ഞാൻ മേടിച്ചു തരൂല. നിനക്ക് വേണ്ടി പല പെൺകുട്ടികളുടെ കാര്യത്തിൽ ഞാൻ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് നടക്കൂല മോനെ കുഞ്ഞു ഞാൻ. ഓഹോ, ഓക്കെ. പക്ഷെ അതിനു മുമ്പ് ഇവനോട് നിക്കണോ വേണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കൊന്ന് റീത്തിങ്ക് ചെയ്യാം. അല്ലേ ദീപു? ദീപു കേൾക്കൂ, ഇക്കാര്യത്തിൽ ഞാൻ ഇവന്റെ ഭാഗത്താ മോനെ കുഞ്ഞുകുഞ്ഞേ. എടാ പരമദ്രോഹി, നീ എന്നെ ഒറ്റപ്പെടുത്തിയോ? നിവൃത്തിയില്ലല്ലോ. കമല എന്റെ ഫ്രണ്ടായി പോയില്ലേ? ആ ഫ്രണ്ട് എന്ന നിലയിൽ അവളെ നിന്നിൽ നിന്നും സേഫ് ഗാർഡ് ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട്. വന്നു കയറിയപ്പോഴേക്കും ഏത് വകയിലാടാ അവള് നിന്റെ ഫ്രണ്ട് ആയത്? ആ കഥ ഞാൻ വിസ്തരിച്ച് ഇവനോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ പറഞ്ഞു തരും. അതൊരു പൂക്കച്ചവടത്തിന്റെ കഥയാടാ കുഞ്ഞുഞ്ഞെ. പക്ഷെ ഭാഗ്യം നായിക കമലല്ല. ഇത്രയും കാലം നമ്മളിൽ നിന്ന് പോലും മറച്ചു വെച്ച ഏതോ ഒരു അജ്ഞാത സുന്ദരി. കുറച്ചു നേരം ഞാൻ ഇവിടുന്ന് മാറി നിന്നപ്പോഴേക്കും ഈ ലോകത്ത് എന്തൊക്കെയാ സംഭവിച്ചത്? എടാ കള്ള കാമുക, പറയടാ, ആരാടാ അജ്ഞാത സുന്ദരി? അറിഞ്ഞിട്ട് എന്തിനാടാ? എന്നിട്ട് വേണം ഇനി ആ പേരും പറഞ്ഞ് കുറുക്കനും ചെന്നായും കൂടി കടിപിടി കൂടാൻ. തൽക്കാലം സുന്ദരി അജ്ഞാതയെ തന്നെ ഇരിക്കട്ടെ. സമയം വരുമ്പോ മക്കളെ വിളിച്ച് കാണിക്കാം. ഓക്കേ, മതി, തിരക്കില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് വേണ്ട നിന്റെ അജ്ഞാത ചുഞ്ചരിയെ. ദൈവനെ സൂക്ഷിച്ചാ മതി. നിനക്കൊരു അജ്ഞാത സുന്ദരി ഉണ്ടാവുകയും ഇവൻ ഇവിടെ ഒരു ബോറനായി നിലനിൽക്കുകയും ചെയ്യുന്ന കാലത്തോളം എന്റെ റൂട്ട് ക്ലിയറാ. ആരെ വേണം എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. മൂത്തതെന്ന നിലയിലും മറ്റേത് അടുത്താൽ വശപ്പശകാകും എന്നുള്ള നിലയിലും ചേച്ചിയോടാ എന്റെ ചായവ്. ഇനി അതിലേക്ക് ആരും ഓടിക്കയറാൻ നോക്കണ്ട. നാളെ മുതൽ ഞാൻ എന്റെ വർക്ക് ആരംഭിക്കുകയാണ്. അതെ, വർക്ക് ആരംഭിക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. ആയിക്കോട്ടെ. അഷ്ടമൂർത്തിയോട് മാത്രല്ല, എല്ലാവരോടും കൂടിയിട്ടാണ്. സംഗതി നിങ്ങളുടെ അത്ര വിദ്യാഭ്യാസം എനിക്കില്ലെങ്കിലും പാൻപരാഗ് വിൽക്കലാണ് എന്റെ കച്ചവടമെങ്കിലും നിങ്ങളുടെ 3 പേരെ തന്തയ്ക്ക് വിളിക്കാൻ എനിക്കൊരു മടിയില്ല. വേണമെങ്കിൽ 2 പൊട്ടിക്കാൻ എന്റെ കൈ പോകും. എന്നെ കൊണ്ട് ചെയ്യിക്കരുത്. പോട്ടെ. ബീഡ ഞാൻ തരും, അതെന്റെ തൊഴിലാ. ഗുഡ് നൈറ്റ്.